ഹായ് ഓൾ, ഇന്ന് നമ്മൾ PSC എക്സാമുകളിൽ അല്ലെങ്കിൽ SSC എക്സാമുകളിൽ ചോദിക്കുന്ന ക്ലോക്കിലെ പ്രോബ്ലംസ് എങ്ങനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം എന്നുള്ളതിനുള്ള ട്രിക്കുകളാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്ക് കൂടുതലായിട്ട് വരിക? ക്ലോക്കിൻ്റെ പ്രോബ്ലംസിൽ നമുക്ക് കൂടുതലായിട്ട് വരുന്നത് ഒന്നെങ്കിൽ കോണളവ് കാണാൻ, അല്ലെങ്കിൽ മിറർ ഇമേജ് കാണാനൊക്കെയാണ് വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിനു മുന്നേയുള്ള ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്ലാസ്സുകളാണെങ്കിൽ അല്ലെങ്കിൽ മെൻ്റൽ എബിലിറ്റിയുടെ ക്ലാസ്സുകൾ ഒക്കെ എൻ്റെ കാണാത്തവരുണ്ടെങ്കിൽ അത് നിങ്ങൾ കാണുക. അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. നിങ്ങളുടെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് അല്ലെങ്കിൽ +2 ലെവൽ എക്സാമുകൾക്ക് ഒക്കെ വേണ്ടി വളരെയധികം പ്രയോജനപ്പെടും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് എങ്ങനെ ക്ലാസ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഇതൊരു ക്ലോക്കാണ്. ഈ ക്ലോക്കിൻ്റെ ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും? 360 ഡിഗ്രി. അതായത് ഇവിടെ തൊട്ട് ഇങ്ങനെ വരുമ്പോൾ ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഫൈൻഡിങ് ആംഗിൾ കാണാനുള്ളതായിരിക്കും കൂടുതലായിട്ട് വരുന്ന പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കണം. അപ്പോൾ ഈ 360നെ നമുക്ക് ക്ലോക്കിൽ എത്രയുണ്ട്? 12 മണിക്കൂറാണുള്ളത്. അപ്പോൾ 12 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 360 ഡിവൈഡ് ബൈ 12 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30 ഡിഗ്രി. അതായത് ഇപ്പോൾ ഈ 12നും 1നും ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. ബേസിക് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ 1നും 2നും ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. അപ്പം അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, 1 മിനിറ്റ്. ഈ ക്ലോക്കിൽ 1 മിനിറ്റ് എന്ന് പറയുന്നത് 6 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ക്ലോക്കിലെ സൂചി 15 മിനിറ്റ് നീങ്ങുമ്പോൾ എത്ര ഡിഗ്രിയാണ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കോണളവ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും? 15 × 6 ഡിഗ്രി. ഓക്കെ, ആൻസർ എത്രയായിരിക്കും? 90 ഡിഗ്രി. മനസ്സിലായി എന്ന് കരുതുന്നു. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 6 ഡിഗ്രി. അപ്പോൾ 15 മിനിറ്റ് നീങ്ങുമ്പോൾ എത്രയായിരിക്കും? 15 × 6, ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. നെക്സ്റ്റ്, ഇപ്പം നമുക്ക് അതിൻ്റെ ഉള്ള ഫൈൻഡിങ് ആംഗിൾ കാണാനുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? 30h - 11/2 × m. h എന്ന് പറഞ്ഞാൽ ഹവർ, m എന്ന് പറഞ്ഞാൽ മിനിറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എന്നാൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഇക്വേഷൻ ഇല്ലാതെ നമുക്ക് എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാം, പെട്ടെന്ന് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും: ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ഹവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് അറ്റ് 4:30 AM. അതായത് 4:30 ആകുമ്പോഴുള്ള കോണളവ്, മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ കാണും? നമ്മുടെ ഇക്വേഷൻ അനുസരിച്ചാണെങ്കിൽ 30h - 11/2 m. h എത്രയാണ്? 4. അപ്പോൾ 30 × 4 - 11/2 × m എത്രയാണ്? 30. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 120 - 125. അതെങ്ങനെ കിട്ടും? ആൻസർ കിട്ടും 45 ഡിഗ്രി എന്ന് നമുക്ക് ആൻസർ കിട്ടും. എന്നാൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാണ്ട് എങ്ങനെ കാണാൻ നോക്കാം. നമുക്ക് ഏത് സമയത്താണ് കാണേണ്ടത്? കോണളവ് 4:30ൻ്റെ കോണളവാണ്. അതായത് മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള ആംഗിളാണ് കാണേണ്ടത്. അപ്പം 4:30 എന്ന് പറയുമ്പോൾ ക്ലോക്കിൽ ഹവർ ഹാൻഡ് എവിടെയായിരിക്കും? 4-ൽ തന്നെ. അപ്പം നമ്മളിവിടെ താഴെ 4 എഴുതി. അതുപോലെ 4 എഴുതി, കണ്ടോ? അതുപോലെ തന്നെ 30 എന്ന് പറയുമ്പോൾ 4:30 എന്ന് പറയുമ്പോൾ 30 എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി എവിടെയായിരിക്കും? 6-ലായിരിക്കും അല്ലേ? അപ്പം 30ൻ്റെ താഴെ നമ്മൾ 6 എന്ന് എഴുതി. 4 - 6 എത്രയാണ്? -2. ഓക്കെ, ഇനി ആ -2നെ നമ്മൾ 30 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? ഇത്രയും മനസ്സിലായല്ലോ. ഫസ്റ്റ് നമ്മുടെ 4 എന്ന് പറയുന്നത് 4-ൽ ഹവർ ഹാൻഡ് 4-ൽ തന്നെയായിരിക്കും. 4 എഴുതി. 30 എന്ന് പറയുന്നത് എത്രയിലായിരിക്കും? 6-ലായിരിക്കും. അപ്പം 4 - അതിനെ മൈനസ് ചെയ്യണം. 4 - 6 എന്ന് പറയുന്നത് -2. ആ കിട്ടിയ സംഖ്യയെ നമ്മൾ 30 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പം -2 × 30 പ്ലസ് ഇനി വരുന്നതാണ് ഇവിടെ തന്നിരിക്കുന്ന 30 ഇല്ലേ, ഈ 30ൻ്റെ പകുതി
30ൻ്റെ പകുതി എത്രയാണ്? 15. ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 6 -60 പ്ലസ് 15 15. ഇത് -16 പ്ലസ് 15 എന്ന് പറയുന്നത് എത്രയാണ്? -45. പിന്നെ ഈ മൈനസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ ആംഗിൾ എത്രയായിരിക്കും? 45 ഡിഗ്രി. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് ഈസി ആയിട്ട് മനസ്സിലാവും. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ഹവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് അറ്റ് 8:30 AM. അതായത് 8:30 ആകുമ്പോഴുള്ള മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യുക? നമുക്ക് കാണേണ്ട സമയം 8:30. അപ്പോൾ 8:30 എന്ന് പറയുമ്പോൾ 8:8 സൂചി ഉണ്ടാവുക. ഇനി മിനിറ്റ് സൂചി എവിടെയായിരിക്കും ഉണ്ടാവുക? 30 എന്ന് പറയുമ്പോൾ എത്രയാണ്? 6. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഇനി 8 - 6 എന്ന് പറയുന്നത് എത്രയാണ്? 2. 2നെ ഇനി 30 കൊണ്ട് ഗുണിക്കണം. 2 × 30 പ്ലസ് ഈ 30ൻ്റെ പകുതി പ്ലസ് 15. 60 പ്ലസ് 15 എത്രയാണ്? 75 ഡിഗ്രി. ഓക്കെ, മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ഹവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് അറ്റ് 4:10 AM. ഓക്കെ, 4:10 മിനിറ്റ് സൂചി മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ്? അപ്പം നമ്മുടെ ആൻസർ എങ്ങനെയാണ് കാണുക? 4:10 എന്ന് എഴുതി. 4:10 ആകുമ്പോൾ 4 താഴെ എഴുതി. പിന്നെ എന്താണ് 10 എന്ന് പറയുമ്പോൾ എത്രയിലാണ് വരിക? 4:10 എന്ന് പറയുമ്പോൾ 2-ലല്ലേ? ഓക്കെ, 2 എഴുതി. അപ്പം 4 - 2 എന്ന് പറയുന്നത് എത്രയാണ്? 2. 2 × 30 പ്ലസ് 10ൻ്റെ പകുതി എത്രയാണ്? പ്ലസ് 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 65 ഡിഗ്രി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ഹവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് അറ്റ് 7:20 AM. അപ്പോൾ 7:20 ആകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? എങ്ങനെ കാണുക? നമ്മുടെ ടൈം എത്രയാണ്? 7:20. 7 എന്ന് പറയുമ്പോൾ 7 എഴുതി. അപ്പോൾ 20 ആകുമ്പോൾ എത്രയിലായിരിക്കും? സൂചി എത്രയിലായിരിക്കും? 4-ലായിരിക്കും. 7 ഇനി അത് തമ്മിൽ മൈനസ് ചെയ്യുക. 7 - 4 എന്ന് പറയുന്നത് 3. 3 × 30 പ്ലസ് 20യുടെ പകുതി 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനെ നോക്കാം. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ഹവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് അറ്റ് 9:45 AM. ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? 9:45 ആകുമ്പോൾ എത്രയാണ്? 9-ൽ തന്നെയായിരിക്കും. നെക്സ്റ്റ് എത്രയായിരിക്കും? 45 എന്ന് പറയുന്നത് എത്രയാണ്? 45 എന്ന് പറയുന്നതും 9-ൽ തന്നെയായിരിക്കും. അപ്പോൾ 9 - 9 എന്ന് പറയുന്നത് 0. അപ്പോൾ 0 × 30 30, അതായത് 0 പ്ലസ് 45ൻ്റെ പകുതി 22.5. ദാറ്റ് ഈസ് ഈക്വൽ ടു 22.5 ഡിഗ്രി. ഇവിടെ നമുക്ക് എന്താണ് മിനിറ്റ് സൂചി മണിക്കൂർ സൂചിയൊക്കെ ഒരേ നമ്പറിലാണ് വരുന്നതെങ്കിൽ, അതായത് 9 ഇപ്പോൾ 9 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്ന മിനിറ്റിൻ്റെ പകുതി എടുത്താൽ മതി. 45/2 എന്ന് പറയുന്നത് 22.5. ഇനി ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ 2:10 ആകുമ്പോഴും മിനിറ്റ് സൂചി എത്ര? മണിക്കൂർ സൂചി 2-ലും 10 എന്ന് പറയുന്ന മിനിറ്റ് സൂചി 2-ലും തന്നെ ആയിരിക്കില്ലേ? അപ്പോൾ 2 2. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 10/2. ഈ മിനിറ്റിൻ്റെ പകുതി എടുത്താൽ മതി. 5 ഡിഗ്രി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നെക്സ്റ്റ്. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ഹവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് അറ്റ് 12:30 AM. അപ്പോൾ 12:30 നമുക്ക് എഴുതി. 12:30 എഴുതി കഴിയുമ്പോൾ എത്രയാണ്? 12:30 എന്ന് പറയുമ്പോൾ 6. 12 - 6 എത്രയാണ്? 6 × 30 പ്ലസ് 30ൻ്റെ പകുതി 15. 195 ഡിഗ്രി. ഇവിടെ വരുമ്പോൾ ഇതിനെ 190, അതായത് 360-നും 180-നും ഇടയ്ക്കുള്ള ഒരു ഡിഗ്രി ആണെങ്കിൽ അതിന് റിഫ്ലെക്സ് കോൺ എന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ആൻസർ എത്രയാണ്? 180-നും 365-നും ഇടയ്ക്കല്ലേ 195 വന്നിരിക്കുന്നത്. അത് റിഫ്ലെക്സ് കോൺ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കറക്റ്റ് ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി 360-നെ മൈനസ് കിട്ടിയ ആൻസർ കൊണ്ട് മൈനസ് ചെയ്യണം. ഇവിടെ അതേ ഒരു വ്യത്യാസമുള്ളൂ. 165 ഡിഗ്രി എന്ന് ആൻസർ കിട്ടി. എന്താണോ നമ്മൾ അതുപോലെ ചെയ്തു. അപ്പോൾ നമുക്ക് 195 ഡിഗ്രിന്ന് ആൻസർ കിട്ടി. അപ്പോൾ 195 എന്ന് പറയുന്നത് 180-നും 360-നും ഇടയിലായതുകൊണ്ട് അത് റിഫ്ലെക്സ് കോണാണ്. അതുകൊണ്ട് എന്താക്കണം? നമുക്ക് കറക്റ്റ് കോണളവ് കിട്ടാൻ, ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ ആൻസറിനെ 360 കൊണ്ട് മൈനസ് ചെയ്തു. അങ്ങനെ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 165 ഡിഗ്രി എന്ന് ആൻസർ കിട്ടി. ഓക്കെ, ഇതാണ് ഇതിലൊരു ചെറിയ വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ്
നെക്സ്റ്റ് എങ്ങനെയാണ്? ദ ക്ലോക്ക് ഷോസ് 3 AM, ഫൈൻഡ് ദ ആംഗിൾ. ഇവിടെ മിനിറ്റ് ഒന്നും തന്നിട്ടില്ല. 3 മണിക്കുള്ള ആംഗിൾ എത്രയാണ്, കോണളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മണിക്കൂർ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പം എത്രയാണ്? 3 × 30 ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. വേറെ ഒന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് ക്ലോക്കിൽ വരുന്ന അടുത്ത ഒരു മെത്തേഡാണ് മിറർ ഇമേജ് എന്ന് പറയും. മിറർ ഇമേജിന് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത് നോക്കേണ്ടത്. ഇപ്പോൾ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിൽ ഇപ്പോൾ 10:20 ആണെങ്കിൽ കണ്ണാടിയിൽ എത്ര സമയമായിരിക്കും കാണുക? മിറർ ഇമേജ് പ്രതിബിംബം എത്ര ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ വരിക. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മിറർ ഇമേജ് ഓഫ് ദ ടൈം 10:20. 10:20യുടെ മിറർ ഇമേജ്. അപ്പോൾ ഇതിനൊരു എളുപ്പമാർഗ്ഗമുണ്ട്. അതായത് പ്രതിബിംബത്തിൻ്റെ സമയം 11-നേക്കാൾ ചെറുതാണെങ്കിൽ നമ്മൾ 11:60 നിന്ന് കുറയ്ക്കണം. 11:60 എന്ന് പറഞ്ഞാൽ എന്താ? 12 മണി. 12 മണീനെ നമുക്ക് 11:60 എന്ന് എഴുതാമല്ലോ. 60 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ. അപ്പോൾ 11 + 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 12 മണി. അത് മനസ്സിലായല്ലോ. അതായത് പ്രതിബിംബത്തിൻ്റെ സമയം 11-നേക്കാൾ ചെറുതാണെങ്കിൽ 11:60 നിന്ന് കുറയ്ക്കണം. അതുപോലെ തന്നെ പ്രതിബിംബത്തിൻ്റെ സമയം 11-നേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ ഇതിൽ നിന്നാണ് കുറയ്ക്കുക? 23:60 നിന്ന് കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്ന എത്രയാണ്? 10:20 തന്നിരിക്കുന്നത്. അപ്പോൾ 11:60 - 10:20 ദാറ്റ് ഈസ് ഈക്വൽ ടു 1:40. ഇതാണ് മിറർ ഇമേജ് അഥവാ പ്രതിബിംബം. ഇനി അടുത്തത്, ഫൈൻഡ് ദ മിറർ ഇമേജ് ഓഫ് ദ ടൈം 8:90. 8:19 ആകുമ്പോൾ ഉള്ള പ്രതിബിംബത്തിൻ്റെ സമയം എത്രയായിരിക്കുന്നു? പ്രതിബിംബത്തിൻ്റെ സമയം 11-നേക്കാൾ ചെറുതാണെങ്കിൽ 11:60 നിന്ന് കുറയ്ക്കണം. 11-നേക്കാൾ കൂടുതലാണെങ്കിൽ 23:60 നിന്ന് കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? 11:60 - 8:19 3:41 ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മിറർ ഇമേജ് ഓഫ് ദ ടൈം 11:30. പ്രതിബിംബത്തിൻ്റെ സമയം 11-നേക്കാൾ കൂടുതലാണല്ലോ. ഇവിടെ കൂടുതലായതുകൊണ്ട് നമ്മൾ ഇതിനെ 23:60 നിന്നാണ് കുറയ്ക്കേണ്ടത്. ഇപ്പോൾ 23:60 - 11:30 എത്രയാണ് ആൻസർ? 12:30. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മിറർ ഇമേജ് ഓഫ് ദ ടൈം 12:20. ഈ 12:20 എന്ന് പറയുന്നത് 11-നേക്കാൾ കൂടുതലായതുകൊണ്ട് 23:60 നിന്ന് കുറയ്ക്കുന്നു. 23:60 - 12:20 ദാറ്റ് ഈസ് ഈക്വൽ ടു 11:40. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ക്ലോക്കിൻ്റെ പ്രോബ്ലം വേറൊരു മെത്തേഡിൽ വരുന്നത് ഈ കോയിൻസൈഡ് ചെയ്യുന്ന സമയം എത്രയാണെന്നാണ്. അതായത് അറ്റ് വാട്ട് ടൈം ദ മിനിറ്റ് ഹാൻഡ് ആൻഡ് ഹവർ ഹാൻഡ് വിൽ കോയിൻസൈഡ് ബിറ്റ്വീൻ 7 and 8. 7 മണിക്കും 8 മണിക്കും ഇടയിൽ ഏത് സമയത്തൊക്കെയാണ് മിനിറ്റ് ഹാൻഡും മണിക്കൂർ ഹാൻഡും തമ്മിൽ, അതായത് മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിൽ ഒന്നിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു മെത്തേഡും വരാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന സമയമാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ഇത് ചെറിയ സമയം ഇൻറ്റു 60/11. ഇതാണ് ഇക്വേഷൻ. ചെറിയ സമയം ഇൻറ്റു 60/11. ഇപ്പോൾ ഇവിടെ ചെറിയ സമയം എത്രയാണ്? 7 × 60/11 എന്ന് വരും. അപ്പോൾ 7 × 60/11 എന്ന് പറയുന്നത് എന്താ? 7 × 60 420. 420/11 എത്രയാണ്? 38 × 2/11 നമുക്ക് കിട്ടും. അപ്പോൾ എത്രയാണ്? ഏത് സമയത്താണ് കോയിൻസൈഡ് ചെയ്യുന്നത്? 7 മണി കഴിഞ്ഞ് 38 × 2/11 മിനിറ്റ്. ഇതാണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യനാണ്. ഒരു ദിവസം എത്ര പ്രാവശ്യം മിനിറ്റ് സൂചികൾ കോയിൻസൈഡ് ചെയ്യുന്നു? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം എത്ര പ്രാവശ്യം മിനിറ്റ് സൂചികൾ കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെന്ന് അത് നമ്മൾ കാണാണ്ട് പഠിക്കേണ്ടതാണ്. 22 പ്രാവശ്യം. അപ്പോൾ 12 മണിക്കൂറിനുള്ളിൽ, ഒരു ദിവസം 22 പ്രാവശ്യമാണെങ്കിൽ 12 മണിക്കൂറിനുള്ളിൽ എത്ര പ്രാവശ്യം കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്? 11 പ്രാവശ്യം. അതാണ് അങ്ങനെ ആ ഇക്വേഷനിൽ 11/2 എന്ന് വന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് ടൈം ദ മിനിറ്റ് ഹാൻഡ് ആൻഡ് ഹവർ ഹാൻഡ് വിൽ സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ബിറ്റ്വീൻ 7 and 8. അതായത് നമ്മൾ നേരത്തെ കണ്ടത് കോയിൻസൈഡ് ചെയ്യുന്ന സമയമാണ്.
ഇനിയിപ്പോൾ ഇത് എതിർദിശയിൽ എത്ര പ്രാവശ്യം 7-നും ഇടയ്ക്കും മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഒന്നിച്ച് വരുന്നുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ വന്നിട്ടുണ്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് വന്നിട്ടുണ്ട്, അതായത് എതിർ ദിശയിൽ വരുന്ന സമയം കാണാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതെങ്കിൽ, മിനിറ്റ് മണിക്കൂർ സൂചികൾ എതിർ ദിശയിൽ വരുന്ന സമയം കാണാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ ഇക്വേഷനിൽ ചെറിയൊരു വ്യത്യാസം, അതായത് ചെറിയ സമയം ±6 ഇൻറ്റു 60/11. അവിടെ നേരത്തെ എന്തായിരുന്നു? ചെറിയ സമയം ഇൻറ്റു 60/11 ആയിരുന്നു. ഇവിടെ ±6 എന്നും കൂടെ വരും. ഓക്കെ, അതായത് എതിർ ദിശയിൽ വരുമ്പോൾ. അപ്പോൾ നമുക്കിതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ചെറിയ സമയം 6-നേക്കാൾ വലുതാണെങ്കിൽ നമ്മൾ മൈനസും ചെറുതായാൽ പ്ലസ്സും എടുക്കുക. ഓക്കെ, ഇപ്പോൾ 60 ഇൻറ്റു 7 - 6 /11. ഇത് എത്രയാണ്? 7 -6. അതായത് ഇവിടെ വന്നിരിക്കുന്നത് ചെറിയ സമയം എന്ന് പറയുന്നത് എത്രയാണ്? 7 ± 6 ഇൻറ്റു 60/11. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആൻസർ എത്ര? 7 - 6 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പോൾ 60 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പോൾ 60/11. അതെങ്ങനെ നമ്മൾക്ക് ആൻസർ കിട്ടും? 5 ഇൻറ്റു 5/11. അപ്പോൾ ഏത് സമയത്തായിരിക്കും? 7 മണി കഴിഞ്ഞ് 5 ഇൻറ്റു 5/11 മിനിറ്റിനാണ് എതിർദിശയിൽ ഈ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി വരുന്ന വേറൊരു മെത്തേഡും കൂടി നോക്കാം. ഒരു ക്ലോക്കിൽ 4 മണി അടിക്കാൻ 6 സെക്കൻഡ് സമയം വേണം, എന്നാൽ അതേ ക്ലോക്കിൽ 8 മണി അടിക്കാൻ എത്ര സമയം വേണം? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യും? അതായത് ഒരു ക്ലോക്കിൽ x മണി അടിക്കാൻ t സെക്കൻഡ് സമയം വേണമെങ്കിൽ y മണി അടിക്കാൻ വേണ്ട സമയം കാണാൻ, അതായത് y - 1 / x - 1 ഇൻറ്റു സമയം. ഇത്രയേ ഉള്ളൂ. എന്താണ്? y - 1 / x - 1 ഇൻറ്റു സമയം. ഇപ്പോൾ ഇതിനകത്ത് y എന്താണ്? ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ y എന്താണ്? y എന്ന് പറയുന്നത് 8, x എന്താണ്? 4, സമയം എത്രയാണ് ഇവിടെ തന്നെ? 6 സെക്കൻഡ്. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 8 - 1 / 4 - 1 ഇൻറ്റു 6 എത്രയാണ്? 7/3 ഇൻറ്റു 6, ദാറ്റ് ഈസ് ഈക്വൽ ടു 14 സെക്കൻഡ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ക്ലോക്കിലെ പ്രോബ്ലംസിൽ നിന്ന് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ആർക്കും ഇതിൽ നിന്നുള്ള ഒരു മാർക്ക് നഷ്ടമാകരുത്, അല്ലെങ്കിൽ മൈനസ് മാർക്കായിട്ട് പോകാൻ ഇടവരരുത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വളരെ സിമ്പിളാണ്. നിങ്ങൾ കാണുക, എഴുതി വെക്കുക. ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യൻസ് പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി ഞാൻ ക്ലാസ് ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഓൾ.